പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോവയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് കോവയ്ക്കായ കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. ഞാൻ കോവയ്ക്ക മുഴുവനും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു സവാളയും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമുക്ക് ഒരല്പം കടുകിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കോവയ്ക്ക ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ. ഇതാണ് ഞാൻ അരിഞ്ഞ് വെച്ച് സവാളയും കോവയ്ക്കയും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാമേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കണമേ. ശകലം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ അല്പം വെള്ളമേ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനത് കാണിക്കാം എത്രയും വെള്ളമാണെന്ന് ഒഴിച്ചു കൊടുത്തതുണ്ടോ. ഇളക്കി വരുമ്പോൾ അതിൻ്റെ അടിഭാഗത്തുണ്ടോ ഇത്രയും വെള്ളമേ ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാമേ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാമേ. ഇത് വേകുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തുള്ള അരപ്പൊന്ന് തയ്യാറാക്കാമേ. അരപ്പിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ശകലം മഞ്ഞൾപ്പൊടി, ഒരു ശകലം ജീരകം, ശകലം മുളക് പൊടി, ഒരു തണ്ട് കറിവേപ്പില. ഇത് നമുക്കൊന്ന് അരകല്ലിലിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണമേ. ഞാൻ ദാണ്ട് അരകല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിയും ആ കോവയ്ക്ക ഒന്ന് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാമേ. എന്തിയുടെ കോവയ്ക്ക വെന്തിട്ടുണ്ട് നല്ലോണം. നമുക്കിനി ഇതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കിയിട്ട് വേണം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിനകത്തോട്ട് അരപ്പൊന്ന് ഇട്ട് കൊടുക്കാമേ. താണ്ട് അരച്ച് വെച്ച അരപ്പ് മുഴുവൻ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതിനകത്തോട്ട് ഇന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമേ. ഞാൻ അതിനകത്തോട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഉപ്പ് കുറവാണ്. ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി ഒരു 1-2 മിനിറ്റ് ചെറിയ തീ വിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണേ. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് നമ്മുടെ കോവയ്ക്ക തോരൻ. മിക്കവർക്കും കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർ ഇഷ്ടമുള്ളവർ കോവയ്ക്ക തോരനോടൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കോവയ്ക്ക തോരൻ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ.